നമസ്കാരം, ഞാൻ ജാസി ഗിഫ്റ്റ്. വേടൻ എന്നറിയപ്പെടുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഹിരൺദാസ് മുരളി, അദ്ദേഹവും ഞാനുമായിട്ടുള്ള ഒരു വീഡിയോ ഇങ്ങനെ ഒത്തിരി സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കണ്ടന്റാണ്. അതിന്റെ നിജസ്ഥിതി ഇതാണ്. ഞങ്ങളുടെ ശാന്തമേ രാത്രിയിൽ എന്ന ഫിലിമിന്റെ ഒരു പ്രൊമോഷന് വേണ്ടി ഞങ്ങൾ ഇരിക്കുമ്പോഴത്തേക്ക്, അത് അത്യാവശ്യം കുറച്ച് ദിവസങ്ങൾ മുമ്പെയാണ് നടക്കുന്നത്. ആ സമയം വളരെ ക്രൂഷ്യലായിട്ടുള്ള കുറെ കാര്യങ്ങൾ നടക്കുന്ന ഒരു സമയമായിരുന്നു അദ്ദേഹത്തിന്റെ കാര്യങ്ങളിൽ. അപ്പം പർപ്പസ്ലി അവതാരിക ഇതിനെപ്പറ്റി ചോദിച്ച് ഞങ്ങളെ കൊണ്ട് ആൻസർ ചെയ്യിപ്പിക്കുക എന്നൊരു ഉദ്ദേശത്തോടെ വന്നതും, ഞങ്ങൾ ആദ്യമേ ഞങ്ങളൊരു തീരുമാനം എടുത്തിരിക്കുന്നു, ഒരിക്കലും പ്രശ്നമുണ്ടാകുന്ന കണ്ടന്റ് ഞങ്ങൾ സംസാരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചോദ്യത്തിന് സത്യത്തിൽ ഞങ്ങൾ ഒഴിഞ്ഞു മാറിയതാണ് ഈ വീഡിയോ ഇങ്ങനെ വന്നത്. വീഡിയോ വെളിയിൽ വന്നപ്പോഴത്തേക്ക് അതിന്റെ മൊത്തം ലക്ഷണം മാറിയാണ് വെളിയിൽ എല്ലാവരും കണ്ടതും മനസ്സിലാക്കിയതും. അപ്പോഴേത് വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വീഡിയോ ആണ്. ആരെയും ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കാറില്ല. പ്രത്യേകിച്ച് എല്ലാവരും കേൾക്കുന്നതും എൻജോയ് ചെയ്യുന്നത് പോലെ വേടന്റെ പാട്ടിന്റെ ഒരു ഫോളോവറും ഫാനുമാണ് ഞങ്ങളൊരു ഷോ ഇപ്പോഴും കഴിഞ്ഞ മാസം ചെയ്തതേ ഉള്ളൂ. അതുപോലെ ഒരു പ്രോജക്റ്റ് ഞങ്ങൾ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോഴും വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കണ്ടന്റ് ആയിരുന്നു. അപ്പോൾ ഇത് കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. താങ്ക് യു. നിങ്ങളിപ്പോൾ ഈ കണ്ട ഒരു വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഭയങ്കര വൈറലായി പോയ ഒരു കാര്യമാണ്. ശാന്തമീ രാത്രിയിൽ എന്ന് പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ട പ്രൊമോഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഇന്റർവ്യൂ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ജാസി ഗിഫ്റ്റ്, കൈലാഷ്, ഈ ടിനി ടോം, പിന്നെ ജയരാജ് ഇവരടങ്ങുന്ന ഒരു ക്രൂവിന് മുമ്പാകെ അവതാരിക ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ, അതായത് വേടനുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് അത് മൊത്തം കംപ്ലീറ്റ് പോലും ചെയ്തില്ല. അതിന് മുന്നേ തന്നെ അവർ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് അവിടെ നിന്ന് എണീറ്റ് പോവുക അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യനെ ഭയങ്കരമായിട്ട് മാറ്റി നിർത്തപ്പെടാൻ ശ്രമിക്കുന്ന തരത്തിലേക്ക് അത് കേൾക്കുന്ന അല്ലെങ്കിൽ ആ ഒരു രംഗം കാണുന്ന ഏതൊരു വ്യക്തിക്കും വേടനെ അധിക്ഷേപിക്കുന്നത് പോലെ അല്ലെങ്കിൽ കോമാളിത്തരം കാണിക്കുന്നത് പോലെ മാത്രമേ തോന്നുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെതിരെ ഭയങ്കരമായിട്ട് ആൾക്കാർ സമൂഹ മാധ്യമങ്ങളിൽ സംസാരിക്കാൻ തുടങ്ങി, ആൾക്കാർ കമന്റ് ഇടാൻ തുടങ്ങി. അത് ഭയങ്കര ഇതായിട്ട് മാറി. സ്വാഭാവികമായിട്ടും ജാസി ഗിഫ്റ്റിനെതിരെ ഭയങ്കരമായിട്ടുള്ള അധിക്ഷേപങ്ങൾ അല്ലെങ്കിൽ രൂക്ഷമായിട്ടുള്ള വാക്കുകൾ തന്നെയാണ് എല്ലാവരും പറഞ്ഞതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ പറയുന്ന വേടനെ മാപ്പ് ചോദിച്ചുകൊണ്ട് അല്ലെങ്കിൽ പൊതുസമൂഹത്തോട് മാപ്പ് ചോദിച്ചുകൊണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ടു പോയതാണ് എന്ന തരത്തിൽ പറഞ്ഞുകൊണ്ടിട്ടൊരു വീഡിയോ ആണിതെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആ ഒരു തെറ്റിദ്ധരിക്കപ്പെട്ട വീഡിയോ കൂടെ കാണേണ്ട ആവശ്യകതയുണ്ട്. അപ്പം അതും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. വേടന്റെയൊക്കെ മ്യൂസിക്കിന്റെ ഒരു പ്രധാന ഒരു പ്രത്യേകത. അയ്യോ, സമയമായി 6 മണിക്കാ. അതാണ് സെൻസ് ഓഫ് ഹ്യൂമർ. ഇതാണ് ആ വീഡിയോ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും തോന്നിപ്പോകുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ ഒരു എക്സ്പ്ലനേഷൻ കേട്ട സമയത്ത് എവിടെയൊക്കെ എന്തോ ശരിയായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്. കാരണം അതിലേക്ക് വരാം. ഈ ഒരു കാര്യത്തിനകത്ത് ഇപ്പം അവർ ആദ്യമേ എടുത്തൊരു കാര്യത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് ഈ പറയുന്ന എന്ത് നെഗറ്റീവ് എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. നെഗറ്റീവിന് മാത്രം വൈറലാവാൻ പറ്റുന്ന ഒരു കാലഘട്ടം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വായിൽ നിന്ന് എന്തെങ്കിലും തെറ്റായിട്ടൊന്ന് വീണ് കഴിഞ്ഞാൽ മൊത്തത്തിൽ എല്ലാവരും കൊണ്ടിട്ട് ഈ പറയുന്ന ഉടുക്കും എന്നൊക്കെ പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അതാണെന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അത് മാത്രമല്ല, ആ ഒരു ഇന്റർവ്യൂവിന് ഇടയ്ക്ക് ടിനി ടോം എയറിൽ നിന്ന് ഇപ്പം താഴെ ഇറങ്ങിയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു സിനിമയ്ക്ക് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ വായിൽ നിന്നൊരു കാര്യം വന്നിട്ട് ഈ പറയുന്ന എയറിൽ പോകരുത് എന്ന് നേരത്തെ തന്നെ അവരെടുത്ത തീരുമാനമുണ്ട്, കൂട്ടായ തീരുമാനമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അറിയുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന ഇപ്പം ഏറ്റവും ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് ഈ പറയുന്ന വേടൻ കഞ്ചാവ് ഉപയോഗിച്ചതുമായിട്ടുള്ള അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഈ കഞ്ചാവ് അല്ലെങ്കിൽ ലഹരി എന്ന് പറയുന്നൊരു സംഭവത്തിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു വിഷയത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ സിനിമാ മേഖലയിലുള്ള ആൾക്കാരാണ്. സിനിമാ മേഖലയിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട ഒരുപാട് നടന്മാരെ കാണുന്നുണ്ട്, സംവിധായകരെ പിടിച്ചത് കാണുന്നുണ്ട്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തിലേക്കും വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്, ഒരു സാഹചര്യം ഉണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും അതൊന്നും വരാതിരിക്കാൻ വേണ്ടി ആദ്യം മുതലേ അതിനെ അങ്ങ് മൊത്തത്തിൽ എന്ന് പറയുന്നത് മാറ്റി വിടുക എന്നൊരു സംഭവം പർപ്പസ്ഫുള്ളി അതിനെ ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് ചെയ്തൊരു കാര്യമാണിതെന്ന് പറയുന്നത്. നമ്മൾ കേട്ടില്ല കണ്ടില്ല എന്ന തരത്തിലാണ്. പക്ഷെ അത് വന്ന നേരത്ത് അല്ലെങ്കിൽ അത് കാണുന്ന സമയത്ത് മൊത്തത്തിൽ കൊണ്ട് തിരിയാണ് ചെയ്തത്. കാരണം ഇത് കാണുന്ന ഏതൊരു വ്യക്തിക്കും സ്വാഭാവികമായിട്ട് തോന്നിപ്പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, വേടനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടമുണ്ട്, വേടനെ സപ്പോർട്ട് ചെയ്യാതെ അല്ലെങ്കിൽ ലഹരിക്കെതിരെ ഭയങ്കരമായിട്ട് ഘോരം വാദിക്കുന്ന ഒരു കൂട്ടരും ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കാണുന്ന സമയത്ത് ഏതൊരാൾക്കും തോന്നിപ്പോകുന്നത് ഈ വേടനെ മൊത്തത്തിൽ അധിക്ഷേപിച്ചോ എന്നൊരു കാര്യമാണ്. അത് അവർ തന്നെ ഉണ്ടാക്കിയെടുത്തൊരു കാര്യം തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് അങ്ങനെയാണ് അവർക്ക് പ്രതികരിക്കാൻ തോന്നിയത്. പക്ഷെ അതിന് പിന്നിൽ വല്ലാത്തൊരു ഇതുണ്ടായിരുന്നു. അതായത്
ഇപ്പം ഈ ഒരു ഇഷ്യൂവിനെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ പറഞ്ഞ് അവർക്ക് മര്യാദയ്ക്ക് അങ്ങനെ ഒരു സംഭവം കാണിക്കാതെ നേരെ ചൊവ്വേ ആ ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ അവതാരിക എങ്ങനെയെങ്കിലും ഇവരുടെ വായിന്ന് തോണ്ടി ഉത്തരം എത്തിക്കണം, എന്നിട്ട് അതൊന്ന് വൈറലാക്കണം എന്ന് ആലോചിച്ചിട്ട് എങ്ങനെയൊക്കെ ചോദിക്കാൻ പറ്റുമോ അതേ രീതിക്കാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ അപ്പുറത്തേക്ക് ആ ഒരു അവതാരിക ചോദിക്കുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ കാണിക്കുന്ന രീതി, ആവശ്യമില്ലാത്ത ചിരി, ഇതെല്ലാം തന്നെ ഒരു അസ്ഥാനത്ത് നിൽക്കുന്ന ഒരു കാര്യമാണ്. ഒരിക്കലും ഒരു ഇന്റർവ്യൂവർ ചെയ്യേണ്ടുള്ള രീതിയിലൊന്നും അല്ലത് ചെയ്യുന്നതെന്ന് പറയുന്നത്. അതുപിന്നെ പലരും അങ്ങനല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പറഞ്ഞു തീർക്കാൻ പറ്റുമായിരുന്നു. ഞങ്ങൾക്ക് ഈ പറയുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ വേടൻ എന്ന് പറയുന്ന കലാകാരൻ്റെ പാട്ട് എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ ഞങ്ങൾ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുന്ന കാര്യമാണെന്നോ, അല്ലെങ്കിൽ അത് കേൾക്കാറുണ്ടെന്നോ, അല്ലെങ്കിൽ കാണാറുണ്ടെന്നോ, മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന്, ഇതിപ്പോൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കൂ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചിരുന്നെങ്കിൽ അതിനൊരു കണക്ഷൻ കിട്ടിയേനെ. ഇതിപ്പം വേടെന്ന് കേട്ട സമയത്ത് അവിടുന്ന് ഇറങ്ങി ഓടാൻ നോക്കുന്ന രീതിക്കൊരു സംഭവം ആവുന്ന സമയത്ത് ആൾക്കാരിലേക്ക് സ്വാഭാവികമായിട്ടും എത്തുന്നതെന്ന് പറയുന്നത് വേടൻ എന്ന് പറയുന്ന പേരിനെ തന്നെ അവഗണിക്കുന്ന തരത്തിലേക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും ഇത് നേരെ ഉൾട്ട അടിച്ച് തിരിച്ചു വന്നതെന്ന് പറയുന്നത്. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിന് സെക്കൻഡ് പാർട്ടുണ്ട്. അതായത് ഇതിന് തൊട്ട് പിന്നാലെ വന്ന ഈ ഒരു സംഭവം ഭയങ്കര വൈറലായപ്പോൾ ഇതിന് തൊട്ട് പിന്നാലെ ഉള്ളത് ആരും കേൾക്കാൻ തയ്യാറായില്ല. പക്ഷെ അതിന് പിന്നാലെ വരുന്ന ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പം ഇത് ശരിയാണെന്ന് തോന്നിക്കുന്ന വിധത്തിൽ തന്നെയാണ്. അതായത് ഇതിന് ശേഷം ഈ പറയുന്ന അവതാരിക ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് പണ്ടത്തെ ഈ പറയുന്ന മോഹൻലാലിന്റെ ജോണി വാക്കർ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുള്ളവർ കാണുമായിരിക്കും. ആ സിനിമയ്ക്കകത്ത് കോളേജ് കുട്ടികളിലേക്ക് ഈ ലഹരി, മയക്കുമരുന്ന്, അങ്ങനത്തുള്ള ഡ്രഗ്സ് ഭയങ്കരമായിട്ട് കൊണ്ടുവരുന്ന തരത്തിലേക്കുള്ള ഒരു സിനിമയാണിതെന്ന് പറയുന്നത്. അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നീട് അവർ വരുന്ന കണക്ഷൻ അതിലേക്ക് തന്നെയാണ്. ആ ഒരു സിനിമയുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ റൺവേ അങ്ങനെ കുറേ സിനിമയുടെ കാര്യങ്ങൾ കണക്ട് ചെയ്തിട്ടാണ് ആ ഒരു അവതാരിക അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ആ സമയത്തും ഇതേ രീതിക്ക് തന്നെ, ഇതേ മോഡുലേഷനിൽ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു രീതിക്ക് തന്നെയാണ് ഉത്തരം പറഞ്ഞു വന്നത്. ആ ചേട്ടൻ്റെ ഭാര്യ വിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം ഈ ഡ്രഗ്സ്, ലഹരി ഇങ്ങനത്തുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ അവർക്ക് തയ്യാറല്ല. കാരണം സംസാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കൈവിട്ട് പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര ഇഷ്യൂ ആവുന്ന രീതിക്കാണോ എന്ന് അവർ പേടിക്കുന്നു. അപ്പോൾ അവർക്ക് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് ആ രണ്ടാമത്തെ ഭാഗം കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ട്, അല്ലെങ്കിൽ ഇതിന് പിന്നാലെയുള്ള ഭാഗം കാണുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമ്മൾ ആദ്യമേ ഈ ഒരു സെക്ഷൻ കണ്ട് ഇത്രയും ഇങ്ങനെ പെരുമാറിയല്ലോ എന്ന് കണ്ടപ്പോൾ അതവിടെ സ്റ്റോപ്പ് ചെയ്തു. അതിനുശേഷം ഉള്ളത് എന്താണെന്ന് നോക്കാൻ പിന്നെ ആർക്കും താല്പര്യപ്പെടില്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു കാര്യം, കണക്ഷൻ എന്താണെന്നുള്ളത് ആർക്കും പിടികിട്ടില്ല. അത് മറ്റേ വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഈ ഒരു മാപ്പ് പറച്ചിൽ എന്ന് പറയുന്നത് സത്യമാണ്, മനസ്സിൽ നിന്ന് തട്ടിയിട്ടുള്ളതാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്. ഞാൻ ആ ഒരു വീഡിയോക്കകത്തും പറഞ്ഞൊരു കാര്യമാണ്, ഇപ്പം നിറത്തിൻ്റെ പേരിൽ ഈ പറഞ്ഞ വേടനെ അധിക്ഷേപിക്കാനുള്ള യാതൊരു തരത്തിലുള്ള യോഗ്യതയുള്ള ആൾക്കാരൊന്നും അല്ല അവിടെ ഇരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പം നിറത്തിനെ അങ്ങനെ കാണേണ്ട കാര്യമില്ല. ഇതിലപ്പുറത്തേക്ക് ജാതിയുടെ കാര്യമാണെങ്കിലും അങ്ങനെ കണക്കാക്കേണ്ട കാര്യമില്ല. കാരണം ഈ പറഞ്ഞ സംഗീതത്തിന് ജാതി എന്ന് പറയുന്നൊരു സംഭവം ഇല്ലാത്തൊരു കാര്യമാണ്. അതിലപ്പുറത്തേക്കാണെന്നുണ്ടെങ്കിൽ പക്ഷെ അങ്ങനെ കാണുന്ന ആൾക്കാരുണ്ട്, വിവരമുള്ളവരാണെങ്കിൽ കാണില്ല എന്നുള്ളൊരു കാര്യമാണ്. അതിലപ്പുറത്തേക്ക് ഈ പറയുന്ന ഡ്രഗ്സ് എന്ന് പറയുന്നൊരു സാധനം, ഇതാണ് ഈ വേടന്റെ കാര്യത്തിൽ പലരും പിന്തിരിഞ്ഞ് പറയപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കഴിവിനെ ഭയങ്കരമായിട്ട് നിസാരവൽക്കരിച്ചുകൊണ്ട് ഒരു വട്ടം ഉപയോഗിച്ചു എന്നൊരു സംഭവത്തിലേക്ക് കടന്നുകൊണ്ട് അതിനെ ഭയങ്കരമായിട്ട് മഹത്വവൽക്കരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ മറ്റൊരു രീതിക്ക് ഉയർത്തി കാണിച്ചിട്ട് കഴിവ് കുറവാണെന്നുള്ള രീതിയിലേക്ക് ഇങ്ങനെ പരാമർശിച്ചുകൊണ്ട് തെറ്റായി കാണുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു കണക്ഷനിലേക്കാണ് ഈ ഒരു വീഡിയോ കൊണ്ടെത്തിയെന്ന് പറയുന്നത്. പക്ഷേ സ്വാഭാവികമായിട്ടും ആദ്യമേ തന്നെ അവിടെ പറഞ്ഞ് ഇത്തരത്തിൽ അവസാനിപ്പിച്ചിരുന്നു. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല. അവിടെ തീർന്നില്ല. അവതാരികയ്ക്ക് പിന്നെ ഒരു ചോദ്യം ചോദിക്കാനുള്ള ഒരു പോർഷനോ അല്ലെങ്കിൽ ഒരു അവസരമോ കിട്ടുക പോലും ഇല്ലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതെന്തായാലും വൈറലായി പോയി. എല്ലാവരുടെയും കുറേ തെറിവിളി വാക്കുകൾ ജാസി ഗിഫ്റ്റ്, ടിനി ടോം നന്നായിട്ട് ഏറ്റുവാങ്ങി. കാരണം ടിനി ടോമിന്റെ ചിരി എന്ന് പറയുന്നത് അങ്ങനത്തെ ഉള്ള ചിരിയാണ്. അല്ലെങ്കിൽ അതിൻ്റെ കൂടെ പറഞ്ഞ ആ ഒരു എന്ന് പറയുന്നത് ഹ്യൂമർ സെൻസ് എന്നൊക്കെ പറയുന്ന ഒരു സാധനത്തിനെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇത് അവഹേളിക്കുന്ന തരത്തിലേക്ക് വന്ന സമയത്ത് അത് ഈ പറയുന്ന ഒരു വലിയൊരു തമാശയാണെന്ന് അയാളുടെ വായിൽ നിന്ന്, അല്ലെങ്കിൽ ടിനി ടോമിന്റെ വായിൽ നിന്ന് കേൾക്കുന്ന സമയത്ത് അയാളോട് വെറുപ്പ് തോന്നി. അല്ലെങ്കിൽ ഒരുപാട് ഈ പറയുന്ന ആൾക്കാരെ അവിടെയും തെറി വിളിക്കാം എന്നുള്ളത് പരമാർത്ഥമായിട്ടൊരു കാര്യമാണ്. ആരും ഇതിനെ തിരുത്തിയില്ല, ആർക്കും അത് തോന്നിയില്ല. കാരണം അത് അവർ ഈ പറയുന്ന ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ അതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആർക്ക് തോന്നില്ല. പക്ഷേ ഇത് വന്ന സമയത്ത് ഇത് നേരെ എപ്പോഴും ഇങ്ങനെ തന്നെയാണല്ലോ, ഈ പറയുന്ന എന്തെങ്കിലും ഒരു സാധനം കിട്ടിയാൽ മതി ഈ പറയുന്ന എയറിലാവാന്ന് പറയുന്നത്. അതേ ഒരു സംഭവം തന്നെയാണ് ഇവിടെ സംഭവിച്ചതെന്ന് പറയുന്നത്. അപ്പം പക്ഷെ ആ വ്യക്തി, അതായത് ജാസി ഗിഫ്റ്റ് എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ വന്ന് പൊതുസമൂഹത്തിനോടും വേടനോടും ഒക്കെ ഇങ്ങനെ മാപ്പ് പറയാം, അങ്ങനെ ഒരു തെറ്റിദ്ധരിക്കപ്പെടുന്ന തരത്തിലേക്ക് ആ വീഡിയോ എത്തിയിട്ടുണ്ടെങ്കിൽ എത്തിപ്പോയി. അപ്പം അതിനോട് മാപ്പ് പറയുന്നു എന്നൊരു സംഭവത്തിലേക്ക് എത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വേടന്റെ വീഡിയോയിൽ പറഞ്ഞ അതേ സംഭവം തന്നെയാണ്. നമുക്ക് ആർക്കും വേണമെങ്കിലും തെറ്റ് പറ്റാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ആ തെറ്റ് നിരന്തരമായിട്ട് ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ
വേണ്ട, നെഗ്ലക്റ്റ് ചെയ്ത് കളയേണ്ട കാര്യമാണ്. പക്ഷെ അങ്ങനല്ല, ആ തെറ്റ് ഒരു വട്ടം പറ്റിയിട്ട് അതിനെ തിരുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനെ ഇങ്ങനെ പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് അബദ്ധം പറ്റിപ്പോയതാണ്, അല്ലെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ളൊരു ക്ലാരിഫിക്കേഷൻ തരാൻ അവർക്ക് കഴിയുകയാണെന്നുണ്ടെങ്കിൽ, അതിനെ കണക്ട് ചെയ്യാൻ നമുക്ക് കഴിയുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവർക്ക് മാപ്പ് കൊടുക്കുക എന്നൊരു സംഭവമുണ്ട്. അതിലപ്പുറത്തേക്ക് എൻ്റെ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ ഈ വീഡിയോ ചെയ്ത കാര്യമാണ്. അപ്പോഴത്തേക്ക് പലപ്പോഴും പലരും കുറേ പേരുടെ കമൻറ്റ് സെക്ഷൻ ഞാൻ കണ്ടു. അതായത് നേരെ തിരിച്ച് ജാസി ഗിഫ്റ്റിൻ്റെ നിറത്തെയും അല്ലെങ്കിൽ ജാസി ഗിഫ്റ്റിനെയും തരം താഴ്ത്തിക്കൊണ്ട് പറയുന്ന ഒരുപാട് വീഡിയോ അല്ലെങ്കിൽ ഒരുപാട് കമൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ ഇങ്ങനെ പറയുന്നതായിട്ട് നമുക്ക് തോന്നിയ സമയത്ത് ജാസി ഗിഫ്റ്റിനോട് തോന്നിയ ദേഷ്യവും വേടനോട് തോന്നിയ സഹതാപവും ഇത് നമ്മൾ ജാസി ഗിഫ്റ്റിൻ്റെ കാര്യം വരുന്ന സമയത്ത് അദ്ദേഹത്തിനോടും കാണിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഇങ്ങനെ കാണിച്ചു എന്ന് വെച്ചിട്ട് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഈ നിറത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ മുഖത്തിൻ്റെ കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ ഫീച്ചേഴ്സ് ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുവന്നതും കണ്ടു. അപ്പം ഞാൻ പലർക്കും അതിനകത്ത് കമൻറ്റ് തിരിച്ചിട്ടൊരു കാര്യമാണ്, അത് നമ്മൾ തെറ്റായിട്ടൊരു കാര്യമാണ് കാരണം ചെയ്യുന്നത് ഒരാളോട്. കാരണം ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ഈ പറയുന്ന ബോഡി ഷേമിംഗ് എന്നോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അത് ദൈവം കൊടുക്കുന്ന ഒരു കാര്യമാണ്. കറുപ്പായാലും വെളുപ്പായാലും നമുക്ക് ജീവിതത്തിൽ ഒറ്റ സെക്കൻഡ് മതി ഈ പറയുന്ന എന്തെങ്കിലുമൊക്കെ അപകടം പറ്റുമോ അല്ലെങ്കിൽ ആസിഡ് വീണോ അങ്ങനെ ഏത് സാഹചര്യത്തിലായാലും എന്തെങ്കിലും അസുഖം വന്നോ നമുക്ക് ഈ പറയുന്ന എപ്പോഴും ഈ പറയുന്ന രൂപമായിരിക്കില്ല ഏത് സമയത്തും ഉണ്ടാവുക എന്ന് പറയുന്നത്. അതിനൊക്കെ എപ്പോഴും മാറ്റം വരാം. ഈ പറയുന്ന എന്താ പറയുന്നത് സൗന്ദര്യം എന്ന് പറഞ്ഞാൽ വേറൊരു തലത്തിൽ കാണുന്ന ആൾക്കാരുണ്ട്, മനസ്സിനെ വിട്ടുകൊണ്ട് മുഖത്തിൻ്റെ മാത്രമായിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റൊരാളെ അത്തരത്തിലേക്ക് അധിക്ഷേപിക്കാതിരിക്കാൻ നമ്മൾ നോക്കുക എന്നുള്ളത് നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ടൊരു കാര്യമാണ്. അപ്പോൾ അതെപ്പോഴും പാലിക്കുക എന്നുള്ളത് എൻ്റെ വീഡിയോയിലൂടെ ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്. അപ്പം ഈ ഒരു വീഡിയോ ഞാൻ ഇട്ട് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ ആ ഒരു വ്യക്തിയുടെ അത്തരത്തിലൊരു വീഡിയോ ഇടുന്ന സമയത്ത് അത് നെഗറ്റീവായിട്ടുള്ള അയാൾക്കൊരു ഇമ്പാക്റ്റ് തന്നെയാണ് കൊടുത്തതെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും. അതുകൊണ്ടായിരിക്കുമല്ലോ അത് ആൾക്കാർ കൂടുതലേക്ക് ചർച്ച ചെയ്യപ്പെട്ടതുകൊണ്ടായിരിക്കുമല്ലോ മാപ്പ് വന്ന് പറയുക അല്ലെങ്കിൽ അതിനൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കണം എന്ന് അദ്ദേഹത്തിന് തോന്നിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരാളുടെ തെറ്റായിട്ടുള്ള വശം മാത്രമല്ല, അയാൾ ശരി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശരിയായിട്ടുള്ള വശത്തിനെ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഈ ചെയ്യുന്ന കാര്യത്തിനോട് നമ്മൾ എന്തെങ്കിലും ഒരു നീതി കാണിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അല്ലാതെ എപ്പോഴും ഒരു കാര്യത്തിൻ്റെ നെഗറ്റീവ് മാത്രം പറഞ്ഞു വിട്ട് പിന്നെ അതിൻ്റെ പോസിറ്റീവ് വശം ഉണ്ടെങ്കിൽ അതിനെ പറയാതെ തള്ളി വിട്ടുകൊണ്ട് നെഗറ്റീവ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്ര നല്ല ധർമ്മം അല്ലെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തതെന്ന് പറയുന്നത്. അപ്പം എനിക്കിത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ തോന്നിയ ഒരു കാര്യമാണ്. കാരണം രണ്ടാമത്തെ പോഷൻ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് തന്നെയാണ് അവരത് നെഗ്ലക്റ്റ് ചെയ്യാൻ തോന്നിയൊരു അല്ലെങ്കിൽ ശ്രമിച്ചൊരു കാര്യമാണ്. പക്ഷെ അത് വേറെ രീതിക്ക് ഉൾട്ടടിച്ച് പോയിന്നൊരു കാര്യം തന്നെയാണ്. അപ്പം തെറ്റാർക്കും പറ്റാം, ക്ഷമിക്കുക എന്നൊരു സംഭവമുള്ളൂ. മാപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാനുള്ള മനസ്സ് നമുക്ക് കൂടി വേണം. അത് വേടൻ ചെയ്തിട്ടുണ്ടാവും.